Hello guys, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരുടെ സാരി അല്ലെങ്കിൽ നമ്മുടെ പഴയ സാരികൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയുടെയൊക്കെ സാരികൾ നമ്മൾ വേറൊരു ഫോമിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ തരുന്ന ഒരു വീഡിയോ ആണിത്. ഒട്ടും താമസിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. Let her lead you on. You be saying no, then saying yes, cause you're messing with your head. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സാരീസ് ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ സാരീസ് ഉണ്ട്, എൻ്റെ അമ്മയുടെ സാരീസ് ഉണ്ട്. അതായത് എൻ്റെ അമ്മൂമ്മയുടെ സാരി, അതായത് അമ്മച്ചിയുടെ സാരി വരെ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഡിഗ്രി പഠിക്കുന്ന കാലം തൊട്ട്, ഡിഗ്രി തൊട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സുകൾ, കളർ ഡ്രസ്സുകൾസ് എല്ലാം ഇടാൻ തുടങ്ങുന്നതല്ലോ. അത് +2 വരെ നമ്മൾ എന്തായാലും സ്കൂൾ യൂണിഫോംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ഇടുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി ടൈം തൊട്ട് തന്നെ ഞാൻ എൻ്റെ ആൻറ്റിമാരുടെ ആണെങ്കിലും എൻ്റെ അമ്മയുടെ ആണെങ്കിലും സാരീസ് എല്ലാം കൺവേർട്ട് ചെയ്ത് കുർത്തി ആക്കാറുണ്ടായിരുന്നു, ചുരിദാർ ആക്കാറുണ്ടായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഡിഫക്റ്റീവ് ആയിട്ടുള്ള പഴയ സാരികളായിരിക്കും, അല്ലെങ്കിൽ അവർ ഉടുക്കുന്നില്ല എന്ന് വെച്ചിരിക്കുന്ന കുറേ സാരികൾ കാണുമല്ലോ. അപ്പം അങ്ങനത്തെ കുറേ സാരികൾസൊക്കെ വെച്ചിട്ട് നമുക്ക് വേറെ രീതിയിലാക്കി അതിനെ കൺവേർട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇടാവുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ്, ടോപ്പ്, സ്കേർട്ട്സ് ഏത് രീതിയിലേക്കും കൺവേർട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ സാരി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതെന്ന് കാണിക്കാം. ഇതെന്ന് പറയുന്ന ഒരു നേവി ബ്ലൂ കളറായിട്ടുള്ള ഒരു സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാരി ഉടുത്തുള്ള ഏതെങ്കിലും ഒരു പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാതെ സാരി ഞാൻ കൺവേർട്ട് ആക്കി ഒരു ഡ്രസ്സ് പോലെയാണ് ആക്കി എടുത്തിരിക്കുന്നത്. അത് ഈ നേവി ബ്ലൂ കളറായിട്ടുള്ള സാരി ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ MBA പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഓരോ കളറ് ഇതിൻ്റെ തന്നെ വെറൈറ്റി എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത കളറാണ് നേവി ബ്ലൂ എന്ന് പറയുന്നത്. അപ്പം ഇത് വെച്ചിട്ട് ഇത് ഞാനൊരു എൻ്റെ ഓഫീസിലെ ഓണത്തിന് ഞങ്ങൾക്ക് ബ്ലൂ കളർ സാരി ഉടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ ഉടുത്തിട്ടുണ്ട്. അപ്പം ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തിരിക്കുക. അപ്പം ആ സാരിയുടെ ഫോട്ടോ കാണാമല്ലോ നിങ്ങൾക്ക്. അപ്പം ആ സാരി എടുത്തിട്ട് ഞാൻ ഈ സാരിക്ക് നമുക്ക് ഗോൾഡൻ ആയിട്ടുള്ളൊരു ബോർഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്ന് പറയുന്നത് ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഗോൾഡൻ ആയിട്ടുള്ള ബോർഡറായിരുന്നു. അപ്പം ഞാനത് എടുത്ത് മാറ്റിയിട്ട് അത് വേണ്ട എന്ന രീതിയിൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുത്തതാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് കേട്ടോ. അപ്പം ഇത് പ്ലെയിൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രസം കാണത്തില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ കണ്ടുപിടിക്കണം. അപ്പം നമ്മളിത് തയ്ക്കാൻ കൊണ്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം, നമ്മൾ എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് തയ്പ്പിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ വേണം. അപ്പം നമ്മൾ ഐഡിയ കൺവേർട്ട് ചെയ്ത് നമുക്ക് തയ്ച്ചു തരാൻ ആളോടെ വേണം. ചെന്നപ്പോഴത്തേക്കും നമ്മളൊരു സിയ ബൊട്ടിക്ക് എന്ന് പറയുന്ന ബൊട്ടിക്കിലാണ് നമ്മളെല്ലാം തയ്പ്പിക്കണം കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇതിന് പറ്റിയ വേറെ തുണികൾ അവിടെ കാണും. അപ്പം ഞങ്ങൾ അങ്ങനെ എടുത്ത തുണിയാണ് ഇതിൻ്റെ എൻഡ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഈ തുണി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പം അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ താഴത്തെ എൻഡ് പോർഷൻസ് ഫുള്ളും ഇത് വെച്ച് കവർ ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷൻസിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും പാറ്റേണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്താണല്ലോ വെക്കാറ്. പക്ഷെ അതിന് പകരം ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തു. അടിയിൽ സെയിം തുണി തന്നെ ഇങ്ങനെ വെച്ചു. അപ്പം ഇത് ഒരു വെറൈറ്റീവായി. അതേപോലെ തന്നെ പ്രത്യേക ഒരു എടുപ്പും കിട്ടി. ഇത് പ്ലെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ അതൊരു കോമൺ രീതിയിലോട്ടായി പോകും. അതിനേക്കാളും നമ്മളൊരു വെറൈറ്റി, നമ്മൾ എന്തായാലും ഇത്രയും മെനക്കെട്ട് തയ്പ്പിക്കുമല്ലേ, അപ്പം നമ്മളൊരു വെറൈറ്റി പിടിക്കണം. അപ്പം അങ്ങനെ വെറൈറ്റി വെച്ച് തയ്പ്പിച്ചതാണ് ഇതിൻ്റെ അകത്ത് നെക്ക് തൊട്ട് വേസ്റ്റ് പോർഷൻ വരെ ഇങ്ങനത്തെ ഡിസൈൻ അകത്ത് പിടിപ്പിച്ചിട്ട് അതേപോലെ തന്നെ താഴെ ചുറ്റും ഇത് ഈ സെയിം ഡിസൈൻ തന്നെ പിടിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ മൊത്തം ഇങ്ങനെ അടുപ്പിച്ചുള്ള പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ട് ബാക്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആക്കണമെങ്കിൽ പ്ലെയിൻ ആക്കാം. അപ്പം നിങ്ങൾക്ക് ചുരിദാർ പോലെയൊക്കെ ഇടാവുന്ന ടൈപ്പ് ഓഫ് ആകുമല്ലോ. ഇതും ഞാൻ ചുരിദാർ പോലെ ഇടാറുണ്ട്. പക്ഷെ ഒന്നുകൂടെ ഒരു ചുരിദാർ ടൈപ്പ് ഓഫ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ബാക്ക് പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് ഫ്രണ്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഞൊറുക്ക് വെച്ച് എടുക്കാവുന്നതാണ്. ഇതിപ്പം ഞാൻ തയ്പ്പിച്ചിട്ട് ഒരു 3 ഇയേഴ്സിന് മേളിലായി കാണും. പലരുടെയും കല്യാണത്തിനും കാര്യങ്ങൾക്കും ഫംഗ്ഷൻസിനും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. താഴെ ഈ കളർ വരുന്നതുകൊണ്ട് ഇതിൻ്റെ സെയിം കളറിലുള്ള ലെഗിങ്സും ഷോളും ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് വെപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഒന്നിനും ഇപ്പം ഏത് തുണി തയ്പ്പിക്കാൻ കൊടുത്താലും ഞാൻ പറയും എനിക്കും ചേച്ചിക്കും അതേ സെയിം ഇത് തന്നെയാണ് കേട്ടോ. സ്ലീവ്സിൽ ഞങ്ങൾക്ക് ലൈനിങ് വേണ്ടെന്ന് പറയും. ഞങ്ങൾക്ക് സ്ലീവ്സിൽ ലൈനിങ് ഇല്ലാത്തതാണ് ഇച്ചിരി ഇഷ്ടം. അപ്പോൾ സ്ലീവ്സിൽ ലൈനിങ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി നല്ല അടിപൊളിയായിട്ട് അറിയാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ
കയ്യിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ സ്ലീവ്സ് ഇങ്ങനത്തെ തുണികളിലൊക്കെ സ്ലീവ്സിൽ ലൈനിങ് ഇല്ലാതെ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സൈഡ് സിബാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് സിബിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബാക്കിൽ സിബ് വെക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എളുപ്പം ഇടാനും ഇത് എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ വേസ്റ്റ് വരെ ടൈറ്റായിട്ട് തയ്പ്പിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇറങ്ങാൻ നല്ല പാടായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ബാക്കിൽ സിബ് വെക്കുന്നതായിരിക്കും നല്ലത്. സൈഡിൽ സിബ് വെച്ച് കഴിഞ്ഞാലും അവിടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫീലാണ് വരുന്നത്. അപ്പം എനിക്ക് അത് മാത്രമാണ് ഇതിനൊരു അബദ്ധം പറ്റിയത്. ബാക്കി അടിപൊളിയാണ്. ഇഷ്ടംപോലെ പേര് ഇത് ഇട്ട് കണ്ടിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തയ്പ്പിക്കാവുന്നതാണ്. അടുത്തത് ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സ് പോലെയാണ് ഞാൻ തയ്പ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് അമ്മയുടെ സാരിയാണ്, പക്ഷേ ഇതിന് ഫോട്ടോയും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ലായിരിക്കും. ഇതും ഞാനൊരു 3 വർഷത്തിന് മുമ്പ് തയ്പ്പിച്ചതാണ് കേട്ടോ. ഇതും പലരുടെയും കല്യാണത്തിനും അതേപോലെ തന്നെ ഫംഗ്ഷൻസിനും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചിക്കൻകാരി വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കൊച്ചിലെ അതായത് അമ്മയുടെയൊക്കെ ഒരു യൂത്ത് കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ പ്ലെയിൻ സാരി ചിക്കൻകാരി വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ട്രെൻഡിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഇതേപോലെ പ്ലെയിൻ സാരി കിട്ടിയപ്പോഴത്തേക്കും ഇതേപോലെ ചിക്കൻകാരി വർക്ക് ചെയ്യിപ്പിച്ചെടുത്ത് നമുക്ക് ഈ സാരിയിൽ ഇതിൻ്റെ മുന്താണിയിലാണ് കൂടുതൽ ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡ്സിലുമാണ് ചിക്കൻകാരി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയും ചിക്കൻകാരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സെയിം സാധനം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും പറഞ്ഞു മുന്താണിയിലുള്ള ആ വർക്ക് ഫുള്ളും നമുക്ക് നമ്മുടെ ഈ വേസ്റ്റ് കഴുത്ത് മുതൽ അവിടെ താഴെ വരെ വേസ്റ്റ് വരെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആ ഡിസൈൻ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു പിങ്കിൻ്റെ ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ വർക്ക് ചെയ്ത് എടുപ്പിക്കാൻ പറ്റി. അതേപോലെ തന്നെ സ്ലീവിലും നമുക്ക് വർക്ക് ഉള്ളത് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമുക്കതും കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സാരിയുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഫുള്ളും നമ്മളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ്സ് ആയിട്ടുള്ള ആണ് വേസ്റ്റിൻ്റെ അവിടെ താഴോട്ട് തയ്പ്പിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് എൻ്റെ പോർഷനിലും അതേപോലെ തന്നെ ചിക്കൻകാരി വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സാരിയിലല്ല, അത് ഓൾറെഡി ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് തയ്പ്പിച്ചെടുക്കാൻ പറ്റിയത്. അല്ല ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ സാരിയിൽ വർക്കൊന്നും ഇല്ല എങ്കിലും നിങ്ങൾ വേറൊരു ടൈപ്പ് ഓഫ് ലേസ് പോലത്തെ കാര്യങ്ങളോ എല്ലാം നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ പ്ലെയിൻ ആണെങ്കിൽ പല ഹാൻഡ് വർക്കോ അല്ലെങ്കിൽ സ്റ്റോൺ വർക്കോ ഒക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ വർക്കുകളൊന്നും ചെയ്യിപ്പിക്കാത്തത്. അല്ലാതെ ഇപ്പം സാരിയിലല്ലാതെ നമ്മളെടുത്ത് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മമാരുടെ സാരിയിൽ ഒരു വർക്കും ഇല്ല, സംഭവങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻകാരി വർക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കും ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ലേസ് ഒക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പം ഇതിൽ ഓൾറെഡി ഡിസൈൻ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് വേറെ ഡിസൈൻ ഒന്നും പിടിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഇത് തന്നെ അവിടെ ഇവിടെയും ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചെയ്ത് കിട്ടി. അതേപോലെ തന്നെ സിബ് ബാക്കിലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കൈക്ക് ലൈനിങ് ഇല്ലാതെയാണ് തയ്പ്പിച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു ഫ്രോക്കാക്കി നമുക്ക് ഇടാൻ പറ്റും. ഇതും കല്യാണത്തിനും ഇടാം, വെസ്റ്റേണും ട്രഡീഷണലുമായിട്ടും ഈ കാണിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഇടാൻ പറ്റും കേട്ടോ. ഞാനിതിൽ ഇവിടെ ഇച്ചിരി ട്രഡീഷണൽ ടച്ച് ആഡ് ചെയ്തതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് പ്യുവർ ഫ്രോക്കായിട്ട് ഒരു ഫംഗ്ഷൻ ഇടാമെങ്കിൽ അങ്ങനെ ഇട്ട് പോകാവുന്നതാണ് ഇത് രണ്ടും. അല്ലാതെ ഇത് ട്രഡീഷണൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാൻറ്റും ഷോളും ഇട്ടിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും, ഒരു കല്യാണത്തിനോ അല്ലാത്തിനും അല്ല. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ കല്യാണത്തിന് കാര്യങ്ങൾക്കൊക്കെ ഇട്ടതാണ്. അപ്പം എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ പറയുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അമ്മമാരുടെ സാരിയിൽ തയ്പ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ സാരി തയ്പ്പിച്ചതാണെന്ന്. അല്ലെങ്കിൽ ഇത് എല്ലാവരും വിചാരിക്കുന്നത് എന്താ നമ്മൾ വേറെ തുണി എടുത്ത് ഇതിങ്ങനെ തയ്പ്പിക്കുന്നതാണേ ഉള്ളൂ. അല്ല, ഇപ്പോൾ വർക്കുള്ളത് തന്നെ എന്ന് വെച്ചാൽ പ്ലെയിൻ സാരിയിൽ തന്നെ പ്രിന്റഡ് വർക്ക് വരുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ എടുത്തിട്ട് പല രീതിയിലുള്ള ഫ്രോക്കോ ഡ്രസ്സോ കുർത്തീസോ ഒക്കെ നമുക്ക് തയ്പ്പിക്കാവുന്നതായിരിക്കും. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാം ഓൾറെഡി ഡിസൈൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവരുടേക്ക് തയ്ക്കാൻ കൊണ്ട് കൊടുക്കുക. അവരപ്പം നല്ല രീതിയിൽ തയ്പ്പിച്ച് തരും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഓരോ ഫംഗ്ഷനും കാര്യങ്ങൾക്കും എല്ലാം ഇടാവുന്നതാണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെയാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞു, അമ്മയുടെ കഴിഞ്ഞു, ഇനി എൻ്റെ അമ്മച്ചിയുടെ 2 സാരീസിൻ്റെ ആണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ കുറേ അമ്മയുടെയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ സാരീസ് എനിക്കധികം സാരീസൊന്നും ഇല്ല. ഞാൻ ആകെ ഈ ഒരു സാരിയാണ് എൻ്റെ പഴയത്. പിന്നെ 2-3 സാരീസൊക്കെ ഉണ്ട്. അല്ലാതെ അമ്മയുടെ സാരിയിലൊക്കെ കുറേ ചെയ്യിപ്പിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. ഡിഗ്രി സമയം തൊട്ടേ ഞാൻ ചെയ്തു വരുന്നതാണെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഈ ലോക്ക്ഡൗണിൽ എനിക്ക് നല്ല ഇച്ചിരി തടി വെച്ച് കഴിഞ്ഞിട്ട്
മാക്സിമം അഴിച്ചിടാൻ പറ്റിയ 2 ഐറ്റം എന്ന് പറയുകയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതിപ്പോഴും ഇനിയും കുറേ അഴിക്കാൻ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അഴിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആണ്. ഇതിൽ ഒട്ടും അരി കടിക്കാൻ പോലും ഇല്ലാത്ത ഐറ്റംസ് ആണ് എല്ലാം ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുത്തു. ഒത്തിരി തയ്പ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ പഴയ സാരിയും അങ്ങനെ കുറേയൊക്കെ. അങ്ങനെ നമുക്ക് കളയാൻ തോന്നത്തില്ല കേട്ടോ. നല്ല ചിലപ്പോൾ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആരെങ്കിലും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കൊടുത്ത സാരീസ് ആയി. ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാരീസൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര നാളിരുന്നാലും പന്നലാവത്തില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ സാരീസൊക്കെ നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് വേണ്ട, അവരിനി ഉപയോഗിക്കത്തില്ലെന്ന് കാണുവാണെങ്കിൽ അതെടുത്ത് അങ്ങ് തയ്പ്പിച്ചോണം. ഒത്തിരി നാൾ നമുക്കും അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അതിൻ്റെ വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴും അമ്മയുടെ പല സാരികളും ഞാൻ ഓട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ അമ്മ തരുന്നില്ല. അതാണ് മെയിൻ കാര്യം കേട്ടോ. അപ്പം അമ്മ എപ്പോഴാണ് എന്ന് മൂളുന്നത് അപ്പം തന്നെ നമ്മളത് തയ്ക്കാൻ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സംഗതി എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ തയ്പ്പിച്ച് കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഇപ്പം എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. ഇട്ട് കാണിക്കുമ്പോഴാണല്ലോ അപ്പം നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല, കുട്ടിയും കയറത്തില്ല. അത് ആ അവസ്ഥയിൽ ഇരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ഐറ്റം ഞാൻ പറഞ്ഞല്ലോ, ഇനി അമ്മച്ചിയുടെയാണ്. അമ്മച്ചിയുടെ നമ്മൾ ലോക്ക്ഡൗണിലാണ് തയ്പ്പിച്ചെടുത്തത്. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. കാരണം കറക്റ്റ് വണ്ണം വെച്ചപ്പോഴാണ് അത് തയ്പ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനുള്ളതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ബാക്കി കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇത് നമ്മുടെ വീനക്ക് ട്രെൻഡാണല്ലോ. അപ്പോൾ ആ സമയത്ത് തയ്പ്പിച്ചെടുത്തതാണ് ഈ സൈഡിൽ കാണുന്നത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇതും അമ്മച്ചി പ്ലെയിൻ സാരിയിൽ ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വീനക്ക് പോലെയാണ് ഞാനിവിടെ തയ്പ്പിച്ചിരിക്കുന്നത്. ആ വീനക്കും അതുമല്ല, വീനക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ക്രോസ് വരണം പോലത്തെ രീതിയിലാണ് തയ്പ്പിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പം ഇവിടെ ഇങ്ങനെ നമുക്ക് ഡിസൈനായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ കയ്യിൽ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ അറ്റം കണ്ടോ ഇങ്ങനെ വേവ്സ് പോലെ വരുന്ന രീതിയിലുള്ള ഡിസൈനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാരി ചെയ്യിപ്പിച്ചത് കൊണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെ കൈ ആ ഭാഗത്തുനിന്ന് വെട്ടിയെടുത്ത് അതേപോലെ തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ, താഴെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഡിസൈൻ ഉള്ളത് കാരണം അത് അങ്ങനെ തന്നെ നിന്നു. ബാക്കിൽ സിബും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മറ്റേ പോലെ പ്ലീറ്റഡ് ആയിട്ടോ ഒന്നും അല്ല തയ്പ്പിച്ചത്. കാരണം വണ്ണം നിൽക്കുമ്പോൾ നമ്മുടെ വയർ വെച്ചിട്ട് ചാടുമല്ലോ. അപ്പം നമുക്കിനി പ്ലീറ്റഡ് ആയിട്ടുള്ളത് ഒത്തിരി അങ്ങ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ആ വയർ ഇങ്ങനെ ചാടിയിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് വേസ്റ്റ് വരെയാണല്ലോ. അപ്പോൾ ആ വേസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറും ചാടും. അതേപോലെ തന്നെ നമ്മുടെ പ്ലീറ്റ്സ് വരുന്നതും അവിടെ ഇച്ചിരി ബൾജ് പോലെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം തയ്പ്പിക്കുന്ന എല്ലാം പ്ലെയിൻ പോലെ ഇച്ചിരി തയ്പ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു അമ്പല കട്ടിൽ സാധാ രീതിയിൽ തയ്പ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല. ബാക്കിൽ സിബുണ്ട്. ബാക്ക് യൂണക്കിൽ തന്നെയാണ് തയ്പ്പിച്ചിരിക്കുന്നത്. ഫ്രണ്ട് മാത്രം ക്രോസ്ഡ് ആയിട്ട് വന്നിട്ട് ഇച്ചിരി മേളിലായിട്ടാണ് അതിൻ്റെ ആ കട്ടും കാര്യങ്ങളും എല്ലാം വരുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇത് ഗ്രാൻഡായിട്ടുള്ള കല്യാണത്തിനോ അങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റില്ല. ഒരു ജസ്റ്റ് ഒരു ഫംഗ്ഷന്, വലിയ ആളും പേരില്ലാത്തൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലും, അതേപോലെ തന്നെ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകാം, അല്ല പള്ളിയിൽ ഇട്ടുകൊണ്ട് പോകാം, അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോകാം, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഇടാം. അതേപോലെ തന്നെ നമുക്ക് ലെഗിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടും നമുക്ക് ഇട്ടുകൊണ്ട് പോകാവുന്നതാണ് കേട്ടോ. അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തൊട്ട് വേസ്റ്റ് വരെ നമ്മളിങ്ങനെ ഒരു കട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് പോർഷനിൽ ഞാൻ നിന്ന് കാണിക്കാതെ ഇവിടം വരെ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഇവിടെ മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. അതൊരു ഡിസൈൻ പോലെ ഒരു പ്ലീറ്റ്സ് ആണ്, അല്ലാതെ ഇങ്ങോട്ടോ അങ്ങനെ ഒന്നുമില്ല. അമ്പലക്കട്ട് വരുന്ന പോലത്തെ തന്നെയാണ്. പിന്നെ ഇതും ഒരു റോസ് കളറും പിന്നെ വൈറ്റ് മിക്സൂടൊക്കെ വരുന്ന ഒരു കളറുള്ളതാണ്. സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല. ബാക്കിൽ സിബുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തയ്പ്പിച്ചിട്ട് ഇവിടെ ഡിസൈൻ കൊടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാനത് പറയാൻ വിട്ടുപോയിട്ട് ഓൾറെഡി ഇവിടെ നമുക്ക് കുറേ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടത് കാരണം വേറെ ഇനി ഒരു അഡീഷണൽ ഡിസൈനിൻ്റെ കാര്യമില്ല എന്ന് വെച്ചിട്ട് വേറെ ഡിസൈൻസും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ട് ഇതിങ്ങനെ തന്നെ നിൽക്കുന്ന ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ തന്നെ തയ്പ്പിച്ചെടുത്തതാണ്. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എനിക്കിവിടെ എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കണമെന്നോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ
ചിലപ്പം കൂടുതൽ ഇവിടെ ഇങ്ങനെ ഓരോരോ റോസിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം ഞാൻ വേറെ വർക്കൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഇതും അമ്മച്ചിയുടെ തന്നെയാണ് കേട്ടോ. പ്ലെയിൻ പോലത്തെ ഒരു ഫീൽ കിട്ടുവാണെങ്കിൽ ഒരു നല്ലൊരു നെക്ക് പീസ്, ലോങ് നെക്ക് പീസ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതൊരു ബോട്ട് നെക്ക് പോലെയാണ് ഞാൻ തയ്പ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കഴുത്ത് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തിൽ അധികം ചെയിൻസ് ഇടുന്നതിനേക്കാളും നമുക്ക് ഇത്തിരി ലെങ്തി ആയിട്ടിട്ട് കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നൊരു ഭാഗത്തിന് നല്ല ഭംഗി വരികയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെ പ്ലീറ്റ്സും ആണല്ലോ, അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഓൾറെഡി ഈ സാരിയിൽ പ്രിൻ്റ് ഉള്ളത് കാരണം നമുക്ക് ജസ്റ്റ് നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈനിൽ തയ്പ്പിച്ചെടുത്താൽ മാത്രം മതി. അല്ലാതെ കൂടുതൽ ഇതിൽ പണിയാൻ പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കുളവാകും. കാരണം അതുകൂടെ ചേർന്ന് പോയില്ലെങ്കിൽ മൊത്തം പ്രശ്നമാകും. അപ്പം ഇതും ലോക്ക്ഡൗണിൽ തയ്പ്പിച്ചെടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ ഇത്രയും ടൈറ്റ് ആവാത്തതുകൊണ്ടാണ് ഞാനിവിടെ മാത്രം ഇത്തിരി പ്ലീറ്റ്സ് വെച്ചത്. നിങ്ങൾക്ക് ഇത്തിരി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ പ്ലീറ്റ്സ് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതായത് വയർ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പ്ലീറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വയർ ഇങ്ങനെ ബൾജി ആയിട്ടിരിക്കുമെന്ന്. അപ്പം അങ്ങനെ വെക്കാതിരിക്കുന്നതായിരിക്കും ഇത്തിരി ബുദ്ധി എന്ന് പറയുന്നത്. നമുക്ക് വേസ്റ്റ് ലൈൻ ഇറങ്ങി പിടിച്ചിട്ടുള്ള ഒരു പ്ലീറ്റ്സ് അല്ലല്ലോ, അപ്പം അതിൻ്റെ ഒരു വൃത്തികേടില്ല. ഇതിങ്ങനെ താഴോട്ട് സാധാ കിടക്കണ പോലെ തന്നെ കിടന്നോളൂ. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഡ്രസ്സിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല ഡിസൈൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസിൽ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും തയ്പ്പിക്കാവുന്നതാണ്. നിങ്ങളിപ്പം ഷോർട്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത്തിരി ലെങ്തി ആയിട്ട് തയ്പ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹൈറ്റ് തോന്നിപ്പിക്കും. എനിക്ക് ഈ ഹൈറ്റ് തോന്നിപ്പിക്കേണ്ട എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനൊരു മുട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വെച്ച് നിർത്തുന്നത്, അല്ലെങ്കിൽ മുട്ടിനോട് ഇച്ചിരി കൂടെ ഇറക്കിയിട്ട് അവിടെ നിർത്തുന്നത്. അപ്പോൾ എനിക്ക് ഫ്രോക്ക് പോലെ ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ നടക്കാം, അല്ല ചുരിദാറിന് ടോപ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ല കുർത്തിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അമ്പർല കട്ടോടാണല്ലോ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലോട്ട് ആക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിന് സിബുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ സിബ് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷേപ്പിന് നമ്മളിങ്ങനെ ഇറക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ ആണെന്ന് പലർക്കും അറിയാമല്ലോ. പക്ഷേ സിബ് ആകുമ്പോഴത്തേക്കും നമുക്കത് ഇറക്കിയിട്ട് കഴിയുമ്പോഴത്തേക്ക് സിബ് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഷേപ്പിൽ ഇങ്ങനെ കിടന്നോളും. ഇത്രയാണ് ഞാൻ തയ്പ്പിച്ചെടുത്തിട്ടുള്ള ഡ്രസ്സുകൾ എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കുന്നില്ല, വേറെ രീതിയിൽ അത് ഉപയോഗിക്കുന്നില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം അത് വെറുതെ ഇരുന്ന് പോകുന്നതിനേക്കാളും ഇങ്ങനത്തെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഡെയിലി യൂസ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ നേരം എങ്കിലും ഇടുന്നതായിരിക്കും. സാരി എപ്പോഴും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലല്ലോ. കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരും കാണും, അവർക്ക് സാരി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാരി ഒരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സാരി വീണ്ടും അതേപോലെ റിലേറ്റീവ്സും ഒക്കെ ഉള്ള ഒരു ഫംഗ്ഷൻ കൊടുക്കണ്ട എങ്കിൽ നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്തൊരു സ്കേർട്ടും ടോപ്പും ആക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഡ്രസ്സാക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സൽവാർസ് ആക്കാം. എന്ത് വേണേലും ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പിന്നെയും വീണ്ടും അത് റീയൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. വേണ്ട എന്നുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴായിരിക്കും ന്യൂ ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നതും അവർക്ക് ഇൻട്രസ്റ്റ് തോന്നി അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല, വേറൊരാൾക്ക് പ്രയോജനപ്പെടുന്നത് തോന്നുവാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടാതെ ബെൽ ബട്ടണോട് അമർത്തുക. അപ്പോൾ എപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഗൈസ്, ടാറ്റാ.